എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് പാവയ്ക്ക വെച്ച് തീരെ കയ്പില്ലാത്ത രീതിയിൽ ഒരു തീയലുണ്ടാക്കാം. സാധാരണയായി പാവയ്ക്ക എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് കയ്പാണ് ഓർമ്മ വരുന്നത്. ലേശം പോലും കയ്പില്ലാത്ത ഈ തീയൽ നമുക്കൊന്നുണ്ടാക്കി നോക്കിയാലോ? അതിനായി നമുക്ക് കറി വെക്കാൻ ആവശ്യമായ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെള്ള നിറത്തിലുള്ള പാവയ്ക്ക ആണ്. ഇത് നമുക്ക് അധികം കയ്പ് പൊതുവേ ഈ പാവയ്ക്കയ്ക്ക് കാണില്ല. ധാരാളം വിഷങ്ങളൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ 3-4 പ്രാവശ്യം കഴുകിയെടുത്തു. അതിനുശേഷം ചെറിയ പീസാക്കി നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം ഇട്ടു. പിന്നെ നമ്മൾ ഇതേപോലെ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തു. അരപ്പിനാവശ്യമായ തേങ്ങയുടെ കൂട്ട് നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഒരു മൺചട്ടി നമ്മൾ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് പാവയ്ക്ക ഇടാം. പാവയ്ക്ക ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ ചുവന്നുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചുവന്നുള്ളി നമുക്ക് കുറച്ച് കൂടുതലെടുക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ അരപ്പിന് നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങയും വലിയ ജീരകവും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് അത് മൂത്ത് വരുമ്പം അതിലേക്ക് നമ്മൾ ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഇവയാണ് ചേർത്ത് നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുള്ളത്. നമ്മുടെ പാവയ്ക്കയും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളി ഒന്ന് അരച്ച് ചേർക്കാനുണ്ട്. 1-2 തക്കാളി ചെറിയ പീസായി അരിഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് നമുക്ക് ഈ വഴന്നു വരുന്ന പാവയ്ക്കയിലേക്ക് ചേർത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മളിതിലേക്ക് വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് 1-2 തക്കാളി എടുക്കാവുന്നതാണ്. തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ മാറി ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ നന്നായിട്ട് തണുത്ത് വരുമ്പം അതൊന്ന് അരച്ച് ഇത് ശരിക്കും വഴന്നു കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. പൊതുവെ പാവയ്ക്കയ്ക്ക് കയ്പുള്ളത് കൊണ്ട് ചിലരൊന്നും ഇത് കഴിക്കാറില്ല. പാവയ്ക്കയിലുള്ള വൈറ്റമിൻസൊക്കെ അറിയുന്നവർ എത്ര കയ്പാണെങ്കിലും ഇത് കഴിക്കുകയും ചെയ്യും. ഈ രീതിയിൽ നമ്മൾ പാവയ്ക്ക തീയലുണ്ടാക്കിയാൽ നമുക്ക് കയ്പ് അറിയുകയേയില്ല. നമ്മുടെ പാവയ്ക്കയുടെ കൂട്ട് ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും അരപ്പ് ചേർക്കാം. അരപ്പും ഉപ്പും ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റി കുറുകി വരുമ്പോഴത്തേക്കും താളിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പുളി കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് വാളംപുളി ലേശം പിഴിഞ്ഞ് ഇതിൽ ഈ സമയം ചേർക്കാവുന്നതാണ്. പാവയ്ക്ക കൊണ്ട് നമുക്ക് വിവിധ തരം കറികൾ ഉണ്ടാക്കാവുന്നതാണ്. മെഴുക്ക് പുരട്ടി, തോരൻ, പച്ചടി, കൊണ്ടാട്ടം വിവിധ തരം കറികൾ നമുക്ക് ഈ പാവയ്ക്ക വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ പാവയ്ക്ക തീയലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. ഈ രീതിയിൽ പാവയ്ക്ക തീയൽ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കയ്പും തോന്നത്തില്ല, നമുക്ക് നല്ല ടേസ്റ്റുമാണ്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും താളിച്ചൊഴിക്കാം. നമ്മുടെ അടിപൊളി തീയൽ ഇവിടെ ശരിയായിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനുമൊക്കെ നമുക്കിത് കൂട്ടി കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഇനി പാവയ്ക്ക തീയൽ വെക്കുമ്പം ഇങ്ങനെ ഒന്നുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം.